ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാലുകഴുകൽ നേർച്ച, 12 സ്ലീഹന്മാരുടെ നേർച്ച, പെസഹ ഊട്ട്, ഊട്ട് നേർച്ച, വെച്ചൂട്ട്, ഞായറാഴ്ച ഊട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന നേർച്ചയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ക്രൈസ്തവ ജീവിതത്തിൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനും ചില നിയോഗങ്ങൾക്കും പലവിധ നേർച്ചകൾ നടത്താറുണ്ട്. മിക്ക നേർച്ചകളും വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ അനുഭവങ്ങളുടെയും അറിവുകളുടെയും ചിന്തകളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടവയാണ്. എന്നാൽ യേശു ചെയ്തതും ചെയ്യുവാൻ ആവശ്യപ്പെട്ടതുമായ ഒരു കാര്യം വിശ്വാസി നേർച്ചയായി ഏറ്റെടുത്ത് നടത്തുന്ന ഏക നേർച്ചയാണ് കാലുകഴുകൽ നേർച്ച. പൊതുവെ ഇക്കാലത്ത് പെസഹ വ്യാഴാഴ്ചയാണ് കാലുകഴുകൽ നേർച്ച നടത്താറുള്ളത്. അതിൻ്റെ ചരിത്രം നമുക്കൊന്ന് നോക്കാം. പെസഹ വ്യാഴാഴ്ചയിലെ ദേവാലയ തിരുക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാലുകഴുകൽ ശുശ്രൂഷ എന്നുള്ളത്. യേശുവിൻ്റെ ത്യാഗോജ്വലമായ സ്നേഹത്തിൻ്റെയും എളിമയുടെയും സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെയും മാതൃക അനുഗമിക്കാനുള്ള ക്ഷണമാണ് കാലുകഴുകൽ ശുശ്രൂഷ നൽകുന്നത്. 5-ാം നൂറ്റാണ്ട് മുതൽ ഈ ശുശ്രൂഷ സഭയിൽ ഉണ്ടായിരുന്നതായി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. പെസഹ വ്യാഴാഴ്ച മെത്രാൻ തൻ്റെ സ്ഥാനിക ദേവാലയത്തിൽ 12 വൈദികരുടെ പാദങ്ങൾ കഴുകിയിരുന്നതായി പുരാതന രേഖകളിലുണ്ട്. ക്രമേണ വൈദികർ ഇടവകളിൽ അൽമായരുടെ പാദങ്ങൾ കഴുകുന്ന രീതി നിലവിൽ വന്നു. വിനയപൂർവ്വമുള്ള സേവന ദൗത്യമാണ് സഭയ്ക്കുള്ളത് എന്ന് ഈ ശുശ്രൂഷ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. സഭയിലെ നേതൃത്വം എപ്രകാരമായിരിക്കണമെന്ന് ഈശോ ഈ കർമ്മത്തിലൂടെ പഠിപ്പിക്കുകയായിരുന്നു. സഭയിലെ വിവിധ സ്ഥാനങ്ങൾ ആധിപത്യമല്ലെന്നും അത് വിനയത്തോടെയുള്ള സേവനമാണെന്നും ഈശോ പഠിപ്പിക്കുകയായിരുന്നു. പൗരാണിക കാലം മുതൽ കേരളത്തിലെ നസ്രാണി സമൂഹം വെച്ചൂട്ട് എന്ന പേരിൽ ഊട്ടുനേർച്ച നടത്താറുണ്ടായിരുന്നു. വെച്ചൂട്ട് എന്നാൽ വേവിച്ച ഊട്ട് എന്നാണ് അർത്ഥം. ഇത് പൊതുവെ വിളവെടുപ്പ് കാലത്തോ ഇടവക തിരുനാളിനോടനുബന്ധിച്ചോ പെസഹ തിരുനാളിനോടനുബന്ധിച്ചോ നടത്തിയിരുന്നു. ഇത് പലതരത്തിൽ നടത്താറുണ്ടായിരുന്നു. ഇടവക അംഗങ്ങൾക്ക് വേണ്ടിയും ദരിദ്രർക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും പൈതങ്ങൾക്ക് വേണ്ടിയുമൊക്കെയായിരുന്നു ഊട്ടുനേർച്ച നടത്തിയിരുന്നത്. അബ്രാഹത്തെ സന്ദർശിച്ച 3 ദൈവമനുഷ്യരെ അബ്രാഹം സൽക്കരിച്ചതായി ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ അനുസ്മരിച്ചുകൊണ്ട് വൈദികർക്കും പൈതങ്ങൾക്കുമുള്ള ഊട്ടുനേർച്ചകൾ 3 പേർക്കായോ അല്ലെങ്കിൽ സ്ലീഹന്മാരെ അനുസ്മരിച്ചുകൊണ്ട് 12 പേർക്കായോ നടത്താറുണ്ടായിരുന്നു. സാവകാശം 3 പേർക്കുള്ള ഊട്ടുനേർച്ചയ്ക്ക് പ്രാധാന്യം കുറയുകയും 12 പേർക്കുള്ള ഊട്ടുനേർച്ച കൂടുതൽ പ്രചാരത്തിലാവുകയും ചെയ്തു. പിന്നീട് ഏതെങ്കിലും ഒരു വ്യക്തി കുട്ടികളെയോ യുവാക്കളെയോ പ്രായമായവരെയോ ആയ 12 പേരെ തിരഞ്ഞെടുത്ത് നോമ്പ് നോക്കി ഞായറാഴ്ച ദിവസം വൈദികൻ്റെ സാന്നിധ്യത്തിൽ പള്ളിയിൽ വെച്ചോ വീടുകളിൽ വെച്ചോ 12 പേരുടെ കാലുകൾ കഴുകി ഊട്ടുകൊടുക്കുന്ന രീതി പ്രചാരത്തിലായി. ഇതിനെ ഞായറാഴ്ച ഊട്ട് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അപ്രകാരം നേർച്ചയിൽ പങ്കെടുക്കുന്ന വൈദികന് സമ്മാനം നൽകുന്ന പതിവും ഉണ്ടായിരുന്നു. രോഗങ്ങൾ ഉണ്ടാകുമ്പോഴോ കൃഷി ഇറക്കുമ്പോഴോ മറ്റേതെങ്കിലും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയോ ഈ നേർച്ച നേരുകയും അത് ആഘോഷമായി നിറവേറ്റുകയും ചെയ്തു പോന്നു. നേർച്ചയോടനുബന്ധിച്ച് ആഘോഷങ്ങൾ കൂടുതലായപ്പോൾ ഈ നേർച്ച ഭാരിച്ച ചെലവായി മാറി. പ്രത്യേക നോമ്പെടുക്കുന്ന ബുദ്ധിമുട്ടും അനുഭവപ്പെടാൻ തുടങ്ങി. വലിയ നോമ്പിൽ അത് നടത്തിയാൽ ആ പ്രത്യേകമായിട്ടൊരു നോമ്പെടുക്കുന്ന ബാധ്യത ഒഴിവാവുകയും ചെയ്യും. ഈ പശ്ചാത്തലങ്ങളിൽ പെസഹ തിരുനാളിനോടനുബന്ധിച്ച് ചെലവ് ചുരുക്കി നേർച്ച പള്ളിയിൽ നിർവഹിക്കുന്നതിന് സൗകര്യപ്പെടുത്തുന്ന രീതി നിലവിൽ വന്നു. അങ്ങനെയാണ് പെസഹ വ്യാഴാഴ്ച കാലുകഴുകൽ നേർച്ച വിശ്വാസികൾ പള്ളിയിൽ വെച്ച് നടത്താൻ തുടങ്ങിയത്. ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.